ഇന്ന് ഞാനും തേജപ്പനായിട്ട് ഏറ്റവും ലാസ്റ്റ് എൻ്റെത്. ഞാൻ എൻ്റെ പാടെ വേഗം പോയി കുളിച്ചു. എൻ്റെ കുളി കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ തേജപ്പ എൻ്റിട്ടില്ല. അവ അങ്ങനെ തിരിഞ്ഞും പറഞ്ഞു അങ്ങനെ കിടക്കുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതേ ചേച്ചി ഫുൾ പണിയിലാണ്. അവളത് അടിച്ചോരി തുടച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവളുടെ അടുത്ത് വർത്താനം പറഞ്ഞ് നേരെ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അമ്മ ഇത് ചായ എന്തോ ഇടുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പിൻ്റെ ഉപ്മാവായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഒരു മൂടനുസരിച്ചിട്ടാണ് ഞാൻ കഴിക്കാറ് കേട്ടോ. ചില ദിവസം കഴിക്കും, ചില ദിവസം കഴിക്കില്ല. പിന്നെ ചേച്ചി തുടക്കിയിട്ടുണ്ട്. പിന്നെ ചേച്ചിയുടെ വീട്ടിലും അമ്മ ഇത് വിറക് ഇങ്ങനെ അടക്കി പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പ് കത്തിക്കാറില്ലെങ്കിൽ പോലും എപ്പോഴെങ്കിലൊക്കെ ആവശ്യം വന്നാലോ പറഞ്ഞിട്ട് അമ്മ അവിടെ സ്റ്റോക്ക് ആക്കി വെച്ചേക്കാണ് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടായ വർക്ക് ഏരിയയിൽ ഇരുന്നിട്ട് ചായ കുടിച്ചു കേട്ടോ. പിന്നെ ഞാൻ എനിക്ക് കഴിഞ്ഞു വെച്ചെങ്കിൽ ബുക്ക്ഡ് ഔട്ടോ. ഫുൾ ടൈം ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. പിന്നെ തേജപ്പിന് വിളക്കിൻ്റെ അന്ന് വാങ്ങിച്ചു കൊടുത്താൽ ഒരു തോക്കൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ ജസ്റ്റ് നോക്കായിരുന്നു കേട്ടോ. അത് മറ്റേ വെടി വെച്ച സ്റ്റിക്കായിട്ടിരിക്കില്ല ആ സംഭവം കേട്ടോ. പക്ഷെ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ എത്ര ഇതാക്കിയാലും അതങ്ങോട്ട് തിരിച്ചു പോരും. പിന്നെ ഇവിടെ വന്ന സമയം പോണതേ അറിയില്ല കേട്ടോ. അങ്ങനെ അമ്മ ഉച്ചയ്ക്ക് ചോറ് കൊള്ളുമ്പോഴാണ് എത്ര പെട്ടെന്ന് ഉച്ചയായോ എന്നൊക്കെ ഓർമ്മ വന്നേ. അപ്പം സാമ്പാറും പപ്പടും ഉപ്പേരി അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിതേ ഫുഡ് കഴിക്കാൻ കേട്ടോ. ഞാനും മമ്മി എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ചേച്ചിയും തേജപ്പനും അവിടെ തേജുവിന് ചീത്ത കേട്ടിട്ട് ആകെ എളിഞ്ഞിട്ടാണ് തേജു ഇരിക്കണേ. ഇടയ്ക്കെൻ്റെ കുട്ടിക്ക് വെകിള് കയറും ചെയ്യും. സ്പോട്ടിൽ അവളുടെ നിന്ന് രണ്ടെണ്ണം കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരു ഇരിപ്പാണ് ഇരിക്കണേ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ കളർ ചെയ്ത ബുക്കൊക്കെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ അമ്മ ഒന്നും കാണാൻ പറ്റില്ല. എന്തോ കക്കറ കൂക്കറായിട്ടാട്ടോ കളർ ചെയ്ത് വെച്ചേക്കുന്നേ. തേജപ്പം പറഞ്ഞത് സത്യമാണോ. ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടുണ്ടായി. ഫസ്റ്റത്തെ ഒരെണ്ണം മാത്രം കേട്ടോ കൈകൊണ്ട് പൊളിച്ചു നോക്കിയത്. കൈകൊണ്ട് പൊളിക്കുമ്പോൾ തീരെ കിട്ടുന്നില്ല. പിന്നെ ഞാൻ കത്തി എടുത്തിട്ട് നൈസായിട്ട് ചെത്തിയപ്പോൾ എല്ലാതും പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഒരെണ്ണം അമ്മയ്ക്കും കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണ്ടോ. അപ്പോൾ അമ്മ അടിച്ചു വരിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വേഗം അകുമാർക്കൊന്ന് അടിച്ചു വരി ഇടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ തേജപ്പനും അമ്മമ്മയും കൂടിയിട്ട് കളിക്കാണ് കേട്ടോ. ഇത് എന്ത് കളിയാന്ന് സത്യം പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ തേജുവിന് ഈ കളിയുടെ ട്രിക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മഞ്ഞ അവൻ്റെയും പച്ച അമ്മയുടെയാണ് കേട്ടോ. എങ്ങാനും പച്ച 2-3 വട്ടം ജയിച്ചു വെച്ചാൽ പിന്നെ അവൻ്റെ കല്ല് അവൻ പച്ചയാക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവന് കുറച്ച് പേർക്ക് സ്വഭാവം ഉണ്ട് കയ്യിൽ. പിന്നെ ഇതാ ചേച്ചി വിളക്കൊക്കെയാണ് കേട്ടോ. ഈ ഒരു ടൈം നല്ലൊരു പോസിറ്റിവിറ്റി ആണ് കേട്ടോ. നല്ല സ്വാമിപ്പാട്ടും പിന്നെ ചന്ദനത്തിരിയുടെ മണമൊക്കെ കേട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഉമ്മർത്ത് ചായയൊക്കെ കുടിച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.